അങ്ങനെ നമ്മളിന്ന് അടുത്ത് കാണാൻ പോകുന്നത് അബുദാബിയിലെ ഒരു മോസ്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു അമ്പലം കൂടി വിസിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര പുറപ്പെട്ടു. ഷാർജയിൽ നിന്നാണ് പുറപ്പെട്ടത്. യാത്ര അങ്ങനെ ദുബായിൻ്റെ ഔട്ട്സ്കേർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അബുദാബി ലക്ഷ്യമാക്കിയിട്ട്. അങ്ങനെ അത്യാവശ്യം ദൂരമുണ്ട്, 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കാലത്ത് നേരത്തെ എണീറ്റ് അങ്ങനെ റെഡിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ കണ്ടില്ല, റൈറ്റ് സൈഡിലൊരു കോയിൻ ഷേപ്പിലൊരു ബിൽഡിംഗ് കണ്ടു. ഇതെന്തോ അൽദർ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യപ്പോഴും അങ്ങനെ കണ്ടത്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അങ്ങനെ ഞങ്ങളങ്ങനെ അബുദാബി അങ്ങനെ ലക്ഷ്യമാക്കി അങ്ങനെ യാത്ര പുറപ്പെട്ടു. ഇതേ പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ജീവഗൺ കണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇങ്ങോട്ട് അബുദാബിയിൽ പോകുന്തോറും ഇഷ്ടംപോലെ ജീവഗൺസ് നമുക്ക് കാണാം. അതിൻ്റെ ആ ഒരു മോഡിഫൈഡ് വേർഷൻ തോന്നുന്നത് ബാറോസ് അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമാണ്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അങ്ങനെ ഞങ്ങളങ്ങനെ അബുദാബി അങ്ങനെ എത്താറായി. കാലത്ത് നേരത്തെ ആയതുകൊണ്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ല, പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളങ്ങനെ യാത്ര പുറപ്പെട്ടു. അങ്ങനെ നമ്മുടെ മോസ്ക് എത്താറായിട്ടുണ്ട്. ഇതേ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാം. അബുദാബി എയർപോർട്ടിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളൂ മോസ്കിലേക്ക്. ഞങ്ങൾ ആക്ച്വലി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ, ഷാർജയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളത് ചേട്ടൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏത് സമയത്താണ് എന്നിട്ട് നമുക്ക് സ്ലോട്ട് അപ്പോൾ ഏകദേശം 12-12:30 കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ദേ ആ കാണുന്ന ഒരു ഡൂമുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് ശരിക്കും പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്കറിയാതെ നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എൻട്രൻസ് അവിടെയല്ല, നേരെ തിരിച്ച് ഇങ്ങനെ ആ കാണുന്ന ഗ്ലോബില്ല, അപ്പോൾ അവിടെ പോകണം, അവിടെ നിന്ന് വേണം വരാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ആ വെയിലത്ത് അങ്ങനെ നടന്ന് ഇവിടെ വന്നപ്പോൾ ദേ നോക്കുന്നു, എന്ന് വെച്ചാൽ ഫുൾ അണ്ടർഗ്രൗണ്ട് കൂടിയാണ് പോകുന്നത്. നേരെ അണ്ടർഗ്രൗണ്ട് കൂടെ എല്ലാം പോയി അപ്പുറത്ത് നമ്മുടെ ആ പള്ളിയുടെ മോസ്കിൻ്റെ അവിടെ എത്തും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഉണ്ട് സംഭവം. കാണുമ്പോൾ തന്നെ ഒരു മാളിൽ കയറിയ ഒരു ഫീലായിരുന്നു ഉള്ളത്. പിന്നെ ഇവിടെ പോകുമ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് എല്ലാവരും എന്താ പറയുക, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഫുൾ സ്ലീവ്, ഗേൾസിനാണെങ്കിൽ ഫുൾ സ്ലീവ്, തട്ടവും എല്ലാം നിർബന്ധമാണ്. നമ്മൾക്കാണെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാത്തൊരു മാന്യമായ വസ്ത്രം നമുക്ക് ധരിക്കാം ആണുങ്ങൾക്ക്. അതായത് ബർമൂഡ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡല്ല. അപ്പോൾ അങ്ങനെ അകത്ത് കയറി നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്കൊരു വേറെ ക്യൂ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ നേരെ എൻട്രി ചെയ്തിട്ട് നമ്മൾ നേരെ എല്ലാവർക്കും കോമൺ വഴിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കോമൺ വഴിയായിരുന്നു. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ പോകണം. അപ്പോൾ ആ വാക്ക് വേയിലൊക്കെ രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ ഇത് എപ്പോൾ തുടങ്ങി, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും നമുക്കവിടെ കാണാൻ പറ്റും. ഫുള്ള് വർക്ക് ചെയ്ത് അതായത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഫുള്ള് AC ഒക്കെയാണ്. ശരിക്കും ഒരു ഇങ്ങനെ മാളിൽ കയറി എങ്ങനെയുണ്ട് അതുപോലെ ഒരു ഫീലായിരുന്നു സംഭവം. ഇവിടെ ഫുള്ള് ഇഷ്ടംപോലെ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ടൂറിസ്റ്റുകളും കാര്യങ്ങളും എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിലും പോവാം. ഡ്രസ് കോഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്ന് അങ്ങനെ ഇവിടെ നേരെ ആ മോസ്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇത്ര നേരം അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണല്ലോ വന്നത്. അപ്പോൾ ഇനി നേരെ എസ്കലേറ്ററിൽ കൂടെ മേലേക്ക് പോയിട്ട് ഓപ്പൺ സ്പേസിലേക്ക് പോകുന്നത്. മോസ്കിൻ്റെ ആ ഭാഗത്തെത്തി. ഇതിന് മുമ്പ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കും, ഡ്രസ്സുകളൊക്കെ നോക്കും. നമ്മുടെ തലയിലുള്ള തട്ടം ഒന്ന് മാറിപ്പോയാൽ അപ്പം തന്നെ അവിടെ നിന്ന് ആൾ വന്നിട്ട് പറയുന്നുണ്ട് തലയിൽ കൂടെ ഇടാൻ വേണ്ടി ഗേൾസിനൊക്കെ. അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആ ഒരു കാര്യത്തിൽ. പിന്നെ കുറേ ഫോട്ടോ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മാത്രം ഫോട്ടോ എടുക്കാൻ നോക്കുക. അപ്പോൾ കുറേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഏകദേശം ഉച്ചയായതുകൊണ്ട് നല്ല ചൂടായിരുന്നു ഉള്ളത്. ഈ മോസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ലോകത്തെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം മാർബിളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 40,000 പേർക്ക് ഒരേ സമയത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ആക്ച്വലി പ്രാർത്ഥിക്കാൻ പോവുകയാണെങ്കിൽ ഈ ക്യൂവും കാര്യങ്ങളൊന്നുമില്ല, നേരെ ഡയറക്റ്റായിട്ട് മേലെ വഴിയുണ്ട്. അവിടെ അവർക്ക് വേറെ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാകുമ്പോൾ നേരെ പോയിട്ട് പ്രാർത്ഥിക്കാം. ഇത് ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ഒരു എന്താ പറയുക പാസേജും ടിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ അകത്തേക്ക് ഭാഗത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 82 താഴികക്കുടങ്ങളുണ്ട് ഇവിടെ. അതുകൂടാതെ 1000-ലധികം തൂണുകളും ഇവിടെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. പിന്നെ അത്യാവശ്യം വലിയൊരു മോസ്കാണ് കേട്ടോ. മോസ്കിൻ്റെ മെയിൻ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു കാർപ്പറ്റ് കാണാൻ പറ്റും. അത് ഏകദേശം അതൊരു റെക്കോർഡാണ്. എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കൈകൊണ്ട് നെയ്ത കാർപ്പറ്റാണ് ആ ഒരു സംഭവം.
അങ്ങനെ ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി. ഇതോടെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല എന്താ പറയുക പീസ് ആൻഡ് കാമായിരുന്നു, നല്ല തണുപ്പായിരുന്നു അകത്തൊക്കെ. ഈ കാണുന്നതെല്ലാം മാർബിളാണ്. അത്യാവശ്യം നല്ല പോലെ എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത്, അതായത് ആ ഒരു ഷേപ്പിൽ ഇലയുടെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് ആ ഫുൾ വാളും കാര്യങ്ങളൊക്കെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടത് നമ്മൾ അകത്തെത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു ഷാൻലിയർ അത് ഫുള്ള് ക്രിസ്റ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമാണ്, അത് നല്ല ഭംഗിയാണ് അത് കാണാൻ തന്നെ. അങ്ങനെ ഒരു 2-3 ഉണ്ട്, 3 ക്രിസ്റ്റലുകളുണ്ട്. നല്ല രസമാണ്. നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കറങ്ങി ചെല്ലാം. ഞങ്ങൾ അങ്ങനെ അതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ അത് എവിടെ കണ്ടില്ല, പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും ഡ്രസ് കോഡൊക്കെ, ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെയാണ് നമുക്ക് ഇടാൻ പറ്റുക എന്നുള്ളത് അവിടെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ തിരിച്ചങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് ആ ഭംഗിയൊക്കെ കാണാൻ പറ്റും. നമുക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണമെങ്കിൽ ഭംഗിയാണ്, നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ നേരെ നമ്മൾ അവിടെ അതിൻ്റെ താഴത്തെ മെയിൻ എൻട്രൻസിലോട്ട് ആ ഭാഗത്തേക്ക് വന്നിട്ട് ഡ്രോപ്പ് ചെയ്യും. പിന്നെ അവിടെ നമ്മൾ നടന്ന് തന്നെ പോകണം. ഇത് കണ്ടില്ലേ, 2 സൈഡും ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും അതിൻ്റെ ഫുള്ള് ഡീറ്റെയിലും, ഈ മോസ്ക് എങ്ങനെ എപ്പോൾ ഉണ്ടാക്കി, എങ്ങനെയാണ് എപ്പോൾ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിലും നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ അതേ അതിൻ്റെ മിനിയേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സിറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ.